അധികം വൈകാതെ സിനിമയുടെയും വെബ് സീരീസിൻ്റെയും ഒക്കെ ടൈറ്റിൽ സ്ക്രീനിൽ കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം ബൈ AI എന്ന് കണ്ടാൽ അത്ഭുതപ്പെടേണ്ട. കാരണം ഒരു ടോപ്പിക് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അത് എഡിറ്റ് ചെയ്ത് പക്കയാക്കി നമ്മളുടെ കയ്യിൽ തരും. എന്തേ വിശ്വാസം വരുന്നില്ലേ? ലെറ്റ് മീ ഷോ ആൻ എക്സാമ്പിൾ. എല്ലാവർക്കും നമസ്കാരം. ലോജിക് ചാറ്റ്സ് ബൈ സാന്ദ്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് AI ടൂൾ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത വീഡിയോ ആണ്. ഇമേജ് ക്രിയേറ്റ് ചെയ്തതും കണ്ടന്റ് എഴുതിയതും വോയിസ് റെക്കോർഡ് ചെയ്തതും വീഡിയോ ഉണ്ടാക്കിയതും എല്ലാം AI തന്നെ. ഇതിനു വേണ്ടി യൂസ് ചെയ്ത ഫ്രീ AI ടൂൾസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ നോക്കിക്കൊള്ളുക. എനിവേ, ഇന്ന് സംസാരിക്കാൻ പോകുന്നത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധി. ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ആരാണ്? നമ്മൾ മനുഷ്യർ തന്നെ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ബുദ്ധി. അതായത് മനുഷ്യൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മെഷീൻ ചെയ്യുവാണെങ്കിൽ അതിനെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഉദാഹരണത്തിന് കാൽക്കുലേറ്റർ. ഇപ്പം നമ്മളോട് 9³ + 9³ + 9³ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിക്കായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ. എന്നാൽ കാൽക്കുലേറ്റർ നിമിഷ നേരം കൊണ്ട് ഉത്തരം തരും. അതുപോലെ തന്നെ ഗൂഗിളിൽ പോയി നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാനായിട്ട് 2 വാക്ക് അടിക്കുമ്പോഴേ ഗൂഗിൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമല്ലേ, നിങ്ങൾ ഇതാണോ ഉദ്ദേശിച്ചത് എന്ന്. ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. എന്നാൽ ഇന്ന് ഇതൊന്നും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി കരുതുന്നില്ല. കാരണം കാൽക്കുലേറ്ററിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഒരു ഹാർഡ് കോർ ഓഫ് റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് 1 + 5 = എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് 6 എന്ന ഉത്തരം കിട്ടും. അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ കമ്പ്യൂട്ടറിന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. 2 നമ്പറും അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലസ് സൈനും ഒരു =വും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് കാൽക്കുലേറ്ററിന് ഒരു പ്രോഗ്രാമർ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് കാൽക്കുലേറ്റർ ഒന്നും ചെയ്യില്ല. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് കണക്കാക്കുന്നില്ല. അപ്പോൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ഒരു മെഷീൻ മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വന്തമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഉദാഹരണമാണ് നമ്മുടെ ടെസ്ല കാർ, അലക്സ, ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ChatGPT, നമ്മളുടെ AI ക്യാമറ. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉദാഹരണമാണ്. AI ക്യാമറയെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. AI ക്യാമറ എന്നൊരു മെഷീൻ, അതുണ്ടാക്കിയ ആൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം കുറേ ഇൻഫർമേഷൻസ് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു മെഷീനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ പറയുന്ന ടെക്നിക്കൽ ടേം ഡീപ്പ് ലേണിംഗ് മെത്തേഡ് എന്നാണ്. അതായത് AI ക്യാമറേനെ കുറേ വണ്ടികളുടെ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതാണ് വണ്ടി, കുറേ മനുഷ്യന്മാരുടെ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതാണ് മനുഷ്യർ, കറക്റ്റായിട്ടുള്ള ട്രാഫിക് റൂൾ എന്താണ്, എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ട്രാഫിക് റൂൾസ് വയലേറ്റ് ആവും, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് AI ക്യാം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു AI ക്യാമിന് മുന്നിലൂടെ ബൈക്കിലൂടെ ഹെൽമെറ്റ് വെക്കാണ്ട് പോകുകയെന്ന് വെച്ചോ. അപ്പോൾ AI ക്യാം ഫസ്റ്റ് നിങ്ങളുടെ ഇമേജ് ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് ഓൾറെഡി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ പഠിച്ച കാര്യങ്ങളും നിങ്ങളുടെ ഇമേജും വെച്ച് കമ്പയർ ചെയ്യും. എന്നിട്ട് അത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കും നിങ്ങൾ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തോ ഇല്ലയോ എന്ന്. ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്തു എന്ന് AI പിടിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യും. ഇങ്ങനെയാണ് AI ക്യാംസ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഡിസിഷൻ മേക്കിംഗ്, അതായത് തെറ്റും ശരിയും കണ്ടുപിടിക്കൽ മാത്രമല്ല പല പല കാര്യങ്ങൾ AIക്ക് ചെയ്യാൻ പറ്റും. നാളെ എന്ത് സംഭവിക്കാൻ പോകും, 10 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി കഴിയും. ഈ ഒരു കുറച്ച് നാളുകളായി AI ആളുകൾക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ്. AIനെ ആളുകൾ വല്ലാതെ പേടിക്കുന്നു. അതായത് AI പോപ്പുലർ ആവുന്നതിലൂടെ പല ജോലികളും നഷ്ടമാകും എന്നാണ് പ്രഡിക്ഷൻസ് വരുന്നത്. അതായത് ഇപ്പോൾ AI സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നു, AI കുട്ടികളെ പഠിപ്പിക്കുന്നു, AI കുക്ക് ചെയ്യുന്നു, ഡോക്ടേഴ്സ് ചെയ്യുന്ന ജോലി, സർജറികൾ ചെയ്യുന്നു, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും AIയുടെ ഇൻഫ്ലുവൻസ് വരും എന്നാണ് പ്രഡിക്ഷൻസ് വരുന്നത്. എന്നാൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും ജോലികൾ ഇല്ലാതാവുകയില്ല, ജോലികൾ റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നെയ്ത്തുകാരെ റീപ്ലേസ് ചെയ്ത് നെയ്ത്ത് മെഷീൻ വന്നപ്പോൾ എന്തായി? നെയ്ത്തുകാരുടെ ജോലി പോയി, പക്ഷെ പകരം കുറേ പുതിയ ജോലികളുണ്ടായി. ആ മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനികൾ വന്നു, അവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാഫിന് വേണ്ടി വന്നു, അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നവരെ വേണ്ടി വന്നു, അതിൻ്റെ ഓപ്പറേഷൻസ് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിന് വേണ്ടി വന്നു. അങ്ങനെ കുറേ പുതിയ ജോലികൾ ക്രിയേറ്റ് ആവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വന്നപ്പോഴും കുറേ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു.
കമ്പ്യൂട്ടർ വരുന്നതോടെ മനുഷ്യന് ആവശ്യമില്ലാണ്ടാവും, മനുഷ്യൻ ജോലി ഇല്ലാണ്ടാവും എന്നൊക്കെ. പക്ഷേ എന്താ സംഭവിച്ചത്? കമ്പ്യൂട്ടർ വന്നപ്പോൾ പഴയ കുറേ ജോലികൾ ഇല്ലാണ്ടായി, പക്ഷേ പകരം അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള പുതിയ കുറേ ജോലികളുണ്ടായി. അതുപോലെ തന്നെയാണ് AI കാര്യത്തിന് സംഭവിക്കാൻ പോകുന്നത്. പഴയ കുറേ ജോലികൾ ഇല്ലാണ്ടാവും, പക്ഷേ അതിൻ്റെ ഇരട്ടി പുതിയ ജോലികളുണ്ടാവും. അപ്പോൾ ഇനി കരിയർ ചൂസ് ചെയ്യുന്നവരും സ്റ്റുഡൻസും ഒക്കെ എന്താ ചെയ്യേണ്ടത്? ടെക്നോളജി മനസ്സിലാക്കിയിട്ട് വേണം കരിയർ ചൂസ് ചെയ്യാൻ. നമ്മൾ ടെക്നോളജിയെ പേടിക്കുകയല്ല വേണ്ടത്, ടെക്നോളജിയെ യൂസ് ചെയ്യുകയും എക്സ്പ്ലോർ ചെയ്യുകയും ടെക്നോളജിക്കൊപ്പം വളരുകയാണ് വേണ്ടത്. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ AI ഉപയോഗിച്ചുള്ള കുറച്ച് ജോബ്സും അതിന് ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് റെഫർ ചെയ്തോളുക.